സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി കടലാസിലൊതുങ്ങുമ്പോൾ വന്യമൃഗ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മലപ്പുറം ചാലിയാറിലെ നിരവധി കുടുംബങ്ങൾ. നവകിരണം പുനരധിവാസ പദ്ധതി വഴി ഭൂമി വിട്ടു നൽകാൻ തയ്യാറായ ചാലിയാർ പഞ്ചായത്തിലെ 64 കുടുംബങ്ങളാണ് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ഏറ്റവും വലിയ വിഷയം ആനശല്യമാണ്. രാത്രിയെ ബാത്റൂം പോകാനോ ഒന്നിനും എനിക്ക് പറ്റില്ല. ഇവിടെ ആനശല്യം ഭയങ്കരമാണ്. ജീവികളെ കണ്ടോ ഓടി അകത്ത് കയറും. ചാലിയാർ പഞ്ചായത്തിലെ തണ്ണിപ്പൊയിൽ, പന്നിയങ്ങാട്, വടക്കേ പെരിമുണ്ട, പൊക്കോട്, ചരിയംകുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളാണ് വന്യമൃഗ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനായി 2021 നവഗ്രഹണം പദ്ധതിയിൽ അപേക്ഷ നൽകിയത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഇവരുടെ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ആദ്യം അപേക്ഷ നൽകിയവരിൽ 75 പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തെങ്കിലും 64 കുടുംബങ്ങൾ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചെങ്കിലും നടപടികൾ പുരോഗമിക്കുന്നു എന്ന വനം വകുപ്പിന്റെ അറിയിപ്പ് മാത്രമാണ് വർഷങ്ങളായി ഇവർക്ക് ലഭിക്കുന്നത്. ഏതു നിമിഷവും വന്യമൃഗങ്ങൾ ആക്രമിക്കാമെന്ന ഭീതിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. വന്യമൃഗശല്യം കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇനി പണിക്ക് പോകണം ഞാനടക്കമുള്ള ആളുകൾക്കാണെങ്കിൽ പകൽ പോയാൽ തന്നെ രാത്രി എങ്ങനെ തിരിച്ചു വരും എന്നുള്ള പേടിയാണ്. രാത്രി 6 മണി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ വണ്ടി പോകുന്ന ആ വഴി ആണെങ്കിലും ഇപ്പം നമ്മളെ ഏരിയ ആണത്, ആ ഭാഗത്താണെങ്കിലും കാട്ടാനശല്യം ഉള്ളതാണ്. 6 മണിക്ക് ശേഷം ഒരാൾക്ക് ഇവിടുന്ന് പുറത്ത് കയറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരും ഇങ്ങോട്ട് വരില്ല. ഈ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരാൾ സുഖമില്ലാതെ അവിടെ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചാവുകയുള്ളൂ. കാരണം വണ്ടിക്കാർ വരില്ല. അപ്പോൾ നമ്മൾ പോകുന്ന അത്രയും 1-2 കിലോമീറ്റർ ദൂരം നമ്മൾ ഏറ്റിപ്പോണ്ടേ, എന്നിട്ടല്ലേ ഒരു ആശുപത്രിക്ക് എത്താൻ കഴിയുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. വിവാഹം, ചികിത്സ തുടങ്ങി ആവശ്യങ്ങൾക്കായി അടിയന്തര ഘട്ടങ്ങളിൽ ഭൂമി പണയപ്പെടുത്തി ഒരു വായ്പ എടുക്കാൻ പോലും സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ ഇവർക്ക് കഴിയുന്നില്ല. പിന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കാന്നുള്ളത് പദ്ധതി വന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥലം വിൽക്കാനും പറ്റില്ല, ഒരു ലോണ് കിട്ടുമല്ല. കല്യാണമായാലും പിന്നെ കുട്ടികളെ കെട്ടിക്കലായാലും പിന്നെ എന്തൊരു കാര്യത്തിനും, ഒരു വീട് വെക്കാനാണോ ഒന്നിനും കൊടുത്താൽ പിന്നെ ലോണ് കിട്ടില്ല. മാത്രമല്ല നഷ്ടത്തിന് ആനുപാതികമല്ല സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാരം എന്നതും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു. നഷ്ടപ്പെടുന്നത് 2 സെന്റ് ഭൂമിയായാലും 2 ഏക്കർ ഭൂമിയായാലും നഷ്ടപരിഹാരം 15 ലക്ഷം മാത്രമാണ്. കൂടാതെ വന്യമൃഗശല്യം കാരണം ആശ്രിതരുടെ വീടുകളിലേക്ക് താമസം മാറിപ്പോയവർക്കും നഷ്ടപരിഹാരം നൽകാത്തതും പ്രതിസന്ധിയാകുന്നു. വർഷക്കാലമായാൽ വനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാകും. എത്രയും പെട്ടെന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കി ഭയമില്ലാതെ ജീവിക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം.